ചൈനയിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. വാർത്ത മറ്റൊന്നുമല്ല, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാണുവാനില്ലെന്നാണ്. ഈ വാർത്ത ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടെയാണ് നൽകിയിട്ടുള്ളത്. 13 വർഷത്തിന് ശേഷം ഷീ ജിൻ പിങ് യുഗം അവസാനിച്ചോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഷീ ജിൻ പിങ്ങിനെ ആരും എവിടെയും കണ്ടിട്ടില്ല. പൊതുവേദിയിലെങ്ങും തന്നെ ഷീ ജിൻ പിങ് പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. എങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇതുവരെയും ചൈനയും നൽകിയിട്ടില്ല. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഷീ ജിൻ പിങ് പൊതുവേദിയിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വിയറ്റ്നാം പ്രധാനമന്ത്രിയുമായി ഷീ ജിൻ പിങ് അവസാനമായി നടത്തിയ ചർച്ചയാണ് അദ്ദേഹത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന ഏറ്റവും അവസാനത്തെ പൊതുചിത്രം. അതിനുശേഷം അദ്ദേഹത്തെ എവിടെയും ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഷീ ജിൻ പിങ് പടിയിറങ്ങാൻ പോകുന്നു എന്ന വാർത്തകൾ ചൈനയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കുറച്ചു മാസങ്ങളായി ഷീ ജിൻ പിങ്ങിന് വലിയ സമ്മർദ്ദങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഇതിന്റെ തുടർച്ചയായി വേണം ഷീ ജിൻ പിങ്ങിന്റെ ഈ അപ്രത്യക്ഷമാവലിനെ നോക്കിക്കാണാൻ. യഥാർത്ഥത്തിൽ ചൈനയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് ഷീ ജിൻ പിങ് അല്ല, അതിനു മുമ്പുണ്ടായ പ്രസിഡന്റ് ഹൂ ജിൻടാവോ ആണ് ഇന്ന് കാണുന്ന ചൈനയെ ചൈനയാക്കി മാറ്റിയത്. ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഹൂ ജിൻടാവോ ആണ്. ഹൂ ജിൻടാവോയുടെ തുടർച്ചക്കാരനായാണ് ഷീ ജിൻ പിങ് രംഗപ്രവേശനം ചെയ്തത്. എങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ തുടർച്ച സ്വേച്ഛാധിപതിയുടേതിന് തുല്യമായിരുന്നു. അതിനാൽ തന്നെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൽ ശക്തമായ അതൃപ്തി ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി വേണം ഷീ ജിൻ പിങ്ങിന്റെ ഈ ഒരു മിസ്സിങ്ങിനെ നോക്കിക്കാണാൻ. 140 കോടി ജനങ്ങളുള്ള ചൈനയിലെ ജനത തീർത്തും അസ്വസ്ഥരാണ്. യുവാക്കൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അസ്വസ്ഥരായി കുടുംബജീവിതം പോലും വേണ്ടെന്ന് വെച്ച് അലസരാകുന്ന കാഴ്ച ചൈനയിൽ വർദ്ധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കല്യാണത്തെയും പ്രത്യുൽപാദന ശേഷിയെയും പ്രോത്സാഹിപ്പിക്കുന്ന പല നടപടികളും ചൈന സ്വീകരിച്ചെങ്കിലും അതൊന്നും പ്രയോജനം കണ്ടില്ല. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ആവുന്നതിന്റെ കാലാവധി പോലും അദ്ദേഹം നീക്കം ചെയ്തിരുന്നു. തനിക്ക് എത്ര നാൾ വേണമെങ്കിലും തുടരാമെന്ന് ഭരണഘടനയിൽ പോലും മാറ്റം വരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യ നിലപാട് ശക്തിപ്പെടുത്തിയത്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഹരിച്ചാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. എന്തായാലും ഷീ ജിൻ പിങ്ങിന്റെ പതനം അത്ഭുതമാണ്. ലോക നേതാക്കളിൽ ശക്തനായ പ്രധാനിയുടെ പതനം എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. 73 വയസ്സുള്ള അദ്ദേഹത്തിന് ആരോഗ്യകരമായി പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള വലിയ സമ്മർദ്ദം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാരോപണ നീക്കത്തിന് പുറകിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനി ഷീ ജിൻ പിങ്ങിന്റെ പിൻഗാമി ആര് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശക്തിയെ ആര് നയിക്കും എന്ന് ഏവരും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ ഷീ ജിൻ പിങ് എവിടെയാണെന്നോ എന്ന് പ്രത്യക്ഷപ്പെടും എന്നതിനെ കുറിച്ചോ ആർക്കും കൃത്യമായ ഒരു അറിവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിലെ ചൈനയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ കാത്തിരുന്നു കാണാം.